ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. നമ്മള് മദീയം ശരീരം മദീയാഹ പ്രാണാഹ മദീയ മനശ്ച മദീയ ബുദ്ധി മദീയം ജ്ഞാനം അജ്ഞാനം എന്ന് ചില പാഠം. സ്വേന ഏവജായതേ, എന്റേതെന്നറിയപ്പെടുന്ന, മദീയത്വേന ജ്ഞാതം, എന്റേത് എന്നറിയപ്പെട്ട, കടകകുണ്ടല ഗൃഹാധികം സ്വസ്മാത് ഭിന്നം തഥാ പഞ്ചകോശാധികം സ്വസ്മാത് ഭിന്നം മദീയത്വേന ജ്ഞാതം ന ആത്മാ ഭവതി. അതൊന്നും ആത്മാവല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പോ വീണ്ടും ചോദ്യം വരുന്നു, അതൊന്നും ആത്മാവല്ലെങ്കിൽ ആത്മാ തർഹി കഹ, എന്താണ് ആത്മാ? നേരത്തെ പറഞ്ഞ 3 ശരീരമല്ല, 3 അവസ്ഥകളല്ല, 5 കോശങ്ങളല്ല, ഇതൊന്നുമല്ലെന്ന് പറയും. പിന്നെ എന്താണ് എന്നാണ് പിന്നെ ചോദിക്കുന്നത്. ഇതാണ് സാധാരണ നമ്മുടെ അറിവിൽപ്പെട്ടത്. അതുകൊണ്ട് അതേതെങ്കിലും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അതല്ല എന്ന് ഗുരുനാഥൻ പറയുമ്പോൾ പിന്നെ എന്ത്, എവിടെയാണ് ഇതെനിക്ക് മനസ്സിലാക്കാനുള്ളൊരു വഴി? ആത്മാ തർഹി കഹ. അപ്പൊ പറഞ്ഞു സച്ചിദാനന്ദ സ്വരൂപ. സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാ. നേരത്തെ പറഞ്ഞ ഒന്നുമല്ല, അതെല്ലാം അനാത്മാവാണ്. സച്ചിദാനന്ദ സ്വരൂപമാണ് ആത്മാ, സച്ചിദാനന്ദ സ്വരൂപ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം വരുന്നു, സത് കിം? സത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ള ചോദ്യം. സത് കിം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് മറുപടി പറയുന്നു, കാലത്രയോപി തിഷ്ഠതി ഇതി സത്ത്. 3 കാലങ്ങളിലും എന്താണോ നിലനിൽക്കുന്നത്, 3 കാലങ്ങളിലും നിലനിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, നാളെയും ഉണ്ടായിരിക്കും. അങ്ങനെ എന്നും എപ്പോഴും നിലനിൽക്കുന്നത് ഏതാണോ അതാണ് സത് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ചിത് കിം? അപ്പൊ പറഞ്ഞു ജ്ഞാനസ്വരൂപ. ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപ എന്ന് പറഞ്ഞു, ജ്ഞാനസ്വരൂപമാണ്. പിന്നെ ചോദിച്ചു ആനന്ദഃ കഃ? ആനന്ദം എന്നാൽ എന്താണ്? അപ്പൊ പറഞ്ഞു സുഖസ്വരൂപ. സുഖസ്വരൂപമാണ് ആത്മാ. ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാത്. ഇങ്ങനെ ഈ സച്ചിദാനന്ദ സ്വരൂപമാണ് അവനവന്റെ ആത്മാ എന്ന് അറിഞ്ഞാലും എന്നാണ് പറയുന്നത്. വിശദമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാ തർഹി കഹ സച്ചിദാനന്ദ സ്വരൂപ സത് കിം? കാലത്രയോപി തിഷ്ഠതി ഇതി സത്. ചിത് കിം? ജ്ഞാനസ്വരൂപ. ആനന്ദഃ കഹ? സുഖസ്വരൂപ. ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാത് എന്നാണ്. അപ്പോ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ആത്മാ എന്ത്? അപ്പോ എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയെങ്കിൽ എന്ന് പറഞ്ഞു? ആ ഒരു വാക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് എന്നാൽ, ഈ 3 ശരീരങ്ങളും ആത്മാ അല്ലെങ്കിൽ ഏതാത്മാ? നമ്മൾ ഒറ്റ നോട്ടത്തില് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും വിചാരിക്കും. അപ്പൊ ഇത് 3 അല്ല എന്ന് പറഞ്ഞപ്പോ ചോദിക്കുന്നു, ഈ 3 ശരീരങ്ങളും ആത്മാ അല്ലെങ്കിൽ ഏതാണ് ആത്മാ? ശരീരമല്ല, മനസ്സല്ല, കാരണവുമല്ല. അപ്പൊ പിന്നെ ഏതാണ് ആത്മാ എന്നാണ് ചോദ്യം. ശൂന്യതയാണോ? ഒന്നുമില്ലാത്തൊരവസ്ഥയാണോ ആത്മാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഗുരുനാഥ. ശരിയല്ലേ? 3 ശരീരമല്ലെന്ന് പറയുന്നു, 3 അവസ്ഥകളിലും ഇല്ലെന്ന് പറയുന്നു. പഞ്ചകോശങ്ങളെ, 3 ശരീരത്തെ തന്നെ പഞ്ചകോശങ്ങളാക്കി തിരിച്ച് അപ്പോഴും പറഞ്ഞു അതൊന്നുമല്ല ആത്മാ. അപ്പോ ശരിക്കും സംശയം ഉണ്ടാവില്ല. നമ്മുടെ ഒരു അറിവിൽപ്പെട്ട കാര്യങ്ങളൊന്നും ആത്മാ അല്ല. പിന്നെ എന്താണ് ആത്മാ? അപ്പൊ പറയുന്നു സത് ചിത് ആനന്ദം
സ്വരൂപ, സച്ചിത് ആനന്ദ സ്വരൂപ, അതാണ് ആത്മാ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ചുമ്മാ അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപം എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ അതിനെ വിശദീകരിക്കുകയാണ് ഇവിടെ. സച്ചിദാനന്ദനെ നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിൽ ഇത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഇവിടെ നിന്ന് വേണമായിരുന്നു തൈത്തിരീയ ഉപനിഷത്തിലേക്ക് പോകാൻ. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കിയാൽ തൈത്തിരീയ ഉപനിഷത്തിലെ എക്സ്പ്ലനേഷൻ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ആത്മാ എന്നാൽ സത്സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം, അതാണ് ആത്മാ. സത്സ്വരൂപം, ചിത് സ്വരൂപം, ആനന്ദസ്വരൂപം. അപ്പോ ചോദിക്കുന്നു, സത് കിം, ചിത്, ആനന്ദ കഹ, ഇതൊക്കെ എന്താണ് എന്ന് വിശദീകരിച്ചു തരാമോ ഗുരുനാഥ എന്നാണ്. അപ്പൊ ആദ്യം ചിത് കിം എന്നുള്ളതിനെയാണ് പറയുന്നത്. സത്തിനെ അല്ല ആദ്യം പറയുന്നത്, ചിത്തിനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചിത്ത് എന്നാൽ ജ്ഞാനസ്വരൂപമാണ് എന്ന് പറയുന്നു. ചിത്ത് എന്നാൽ ജ്ഞാനസ്വരൂപമാണ്. ഇവിടെ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആളാണ് അല്ലെ. ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അനുഭവിക്കുന്നവൻ ആണ് ഞാൻ. എങ്ങനെ അനുഭവിക്കുന്നു? എങ്ങനെയാണ് നമ്മൾ അത് അനുഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ വഴി ലോകത്തെ അറിഞ്ഞ് അനുഭവിക്കുന്നു അല്ലെ. ഇന്ദ്രിയങ്ങൾ വഴിക്കാണ്, നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിക്ക് ഓരോന്നിനെയും അറിഞ്ഞ് നമ്മൾ അനുഭവിക്കുന്നു. എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ ജ്ഞാനം അഥവാ അറിവ് വേണം. അറിവില്ലാതെ ഒന്നിനെയും അനുഭവിക്കാൻ പറ്റില്ല. എന്തിനെ കുറിച്ച് അനുഭവിക്കണമെങ്കിലും അതിനെക്കുറിച്ചൊരു അറിവ് വേണം. അറിവില്ലാതെ അനുഭവിക്കാൻ പറ്റില്ല. അപ്പോ അനുഭവിക്കുന്നവൻ ആരാണ്? ഞാനാണ്. ഒരു സബ്ജക്ട്, അതാണ് സബ്ജക്ട് മാറ്റർ അല്ലെ. അനുഭവിക്കുന്നവൻ സബ്ജക്ട്, അനുഭവിക്കപ്പെടുന്ന ലോകം ഒബ്ജക്റ്റ്, അനുഭവിക്കപ്പെടുന്ന ലോകം ഒബ്ജക്റ്റ്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമേ ഇല്ല. എന്താണ്? അതായത് ചോദിക്കുകയാണ്, താങ്കൾ ജഡമാണോ എന്നൊരാൾ ചോദിക്കുകയാണ് നമ്മളോട്, താങ്കൾ ജഡമാണോ? അപ്പൊ നമ്മൾ എന്ത് പറയും? അല്ലല്ലല്ല, ഞാൻ ചൈതന്യമാണ്, ചൈതന്യമുള്ളതാണ് ഞാൻ, എനിക്ക് ചൈതന്യമുണ്ട്, ജഡമല്ല. ജഡമുള്ളത് ഇതേ കിടക്കുന്നു, മണ്ണ്, കല്ല്, പാറ, അതൊക്കെയാണ് ജഡം. ഞാൻ ജഡമല്ല, എനിക്ക് ചൈതന്യമുണ്ട്, എനിക്ക് അനങ്ങാൻ സാധിക്കും, എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും, ഞാൻ ചൈതന്യ സ്വരൂപമാണ്, എനിക്ക് എന്നിൽ ചൈതന്യമുണ്ട്, ഞാനൊരു കോൺഷ്യസ് പ്രിൻസിപ്പിളാണ്, എനിക്ക് ബോധമുണ്ട്, ഞാനൊരു കോൺഷ്യസ് പ്രിൻസിപ്പിളാണ്. അതിൽ സംശയമൊന്നുമില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഏതെങ്കിലും വസ്തുവിനെ അനുഭവിക്കുന്ന ഞാൻ, ജാഗ്രത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട്, ആഴ്ന്ന ഉറക്കത്തില് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് ആനന്ദത്തെയും ഞാൻ അനുഭവിക്കുന്നുണ്ട്, ആനന്ദത്തെയും സുഖത്തെയും അനുഭവിക്കുന്നു. ഈ മൂന്നവസ്ഥയിലും ഞാൻ അനുഭവസ്ഥനാണ്. ജാഗ്രത്തിൽ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം മറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ജാഗ്രത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൺമുന്നില് എല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ മറഞ്ഞു പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ എന്തുണ്ടാവും? അറിയുക എന്നുള്ള പ്രോസസ്സ് അവിടെ ഉണ്ടാവില്ല. നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ അറിയുന്ന ആൾ എന്നൊരവസ്ഥ ഇല്ലല്ലോ. മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അറിയുക എന്നൊരു സംഗതി വരുന്നത്. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അറിയുക, അപ്പൊ ഒരു ജ്ഞാനം എന്നൊരു സംഭവം വരും. നമ്മുടെ മുമ്പിലുള്ളതെല്ലാം അങ്ങനെ മറഞ്ഞു പോയി നിൽക്കുക, മുമ്പിൽ ഒന്നുമില്ല, വെറും ബ്ലാങ്ക് ആണെങ്കിലോ അപ്പൊ അവിടെ അറിയുന്ന ആളും അറിവും അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. അറിയപ്പെടും വസ്തു ഉണ്ടെങ്കിലേ അറിയുന്ന ആൾ ഉണ്ടാവുകയുള്ളൂ. അറിയപ്പെടും വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അറിയുന്ന ആളും ഉണ്ടാവുവാൻ പറ്റുകയുള്ളൂ. അതുപോലെ അറിയപ്പെടും വസ്തു വരുമ്പോൾ അറിയുന്ന ആളും ഉണ്ടാകും. നേരെ റിവേഴ്സ്. അറിയപ്പെടും വസ്തു ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അറിയുന്ന ആളും അവിടെ ഉണ്ടാകും. അപ്പൊ ഇത് രണ്ടും വന്നു പോകും. ഇത് രണ്ടും വന്നു പോകുന്ന അവസ്ഥയാണ്. പക്ഷേ അറിയുന്ന ആളുടെ അറിവ്, ഒരറിവുണ്ടല്ലോ നമ്മളിലെ, ആ അറിവ് പോകുന്നില്ല. അറിവ് അവിടെ ഉണ്ടാവും. വസ്തു വന്നും പോയി വരും, അറിവ് അവിടെ ഉണ്ടാവും. അത് കോൺസ്റ്റന്റ് ആണ്.
സ്ഥിരമായിട്ടുള്ള ഒരു അറിവാണ്. അറിവ്, വസ്തു വന്നാൽ ഈ അറിവ് എന്തായിട്ട് മാറും? ഒരറിവ് അവിടെയുണ്ട്. ഒരു വസ്തു മുമ്പിൽ വന്നാൽ ഈ അറിവ് അറിയപ്പെടുന്നവനായി മാറും. വളരെ ശ്രദ്ധിക്കണം, ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ചിത്ത് ആദ്യം ഗുരുനാഥൻ പറഞ്ഞിരിക്കുന്നത്. വസ്തു വന്നാൽ, മുമ്പിലൊരു വസ്തു വന്നാൽ ഈ അറിവ് ഉടനെ അറിയുന്നവൻ ആയി മാറും. ഒരറിവ് അവിടെയുണ്ട്, ആ അറിവ് അറിയുന്നവൻ, ഞാൻ ആയി മാറും. വസ്തു പോയാൽ ഈ അറിവിന്റെ അടുത്തുള്ള അറിയുന്നവൻ എന്ന സ്റ്റാറ്റസ് പോകും. അറിവ് അവിടെ അവശേഷിക്കും. വസ്തു നഷ്ടപ്പോയി കഴിഞ്ഞാൽ അറിയുന്നവൻ എന്ന സ്റ്റാറ്റസ് ഉണ്ടാവില്ല എനിക്ക്. കാരണം എന്താ? അവിടെ ഒന്നുമില്ല അറിയാൻ, വസ്തു ഇല്ലല്ലോ. അപ്പൊ അറിവ് അവിടെ ഉണ്ടാകും, അറിയുന്നവൻ എന്ന സ്റ്റാറ്റസ് ഉണ്ടാവില്ല. അറിവ് അവിടെ തന്നെ ഉണ്ടാകും. അത് ആണ് ചിത്ത് എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനസ്വരൂപം, അതാണ് അറിവ് സ്വരൂപം. അപ്പൊ വസ്തു വരുമ്പോഴേ അതിന് അറിയപ്പെടുന്നവൻ എന്ന ഒരു സ്റ്റാറ്റസ്, ഒരു സ്ഥാനം വരുന്നുള്ളൂ. ഞാൻ ഏതിനാലാണോ അറിയുന്നത് അതാണ് ചിത് സ്വരൂപം. ഞാനുണ്ട് ഇല്ലേ? ഞാൻ ജാഗ്രതത്തിലുണ്ട്, ഞാൻ സ്വപ്നത്തിലുണ്ട്, ഞാൻ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ കാരണത്തിലുമുണ്ട്. ഈ ഞാൻ ഏതിനാലാണോ അറിയുന്നത് അതാണ് ചിത്ത്, എന്നിലുള്ള ചിത്ത്. ഞാൻ ആത്മാവാണ്, ഞാൻ സച്ചിത് ആനന്ദമാണ്, എന്നിലുള്ള ചിത്ത് അറിവാണ്, എന്നിലുള്ള അറിവാണ്. ഞാൻ ചിത് സ്വരൂപം തന്നെയാണ്. ഞാൻ അറിവ് എന്നൊരു സ്വരൂപമാണ്. ഞാൻ ആത്മാ, ചിത് സ്വരൂപം, ഞാൻ ആത്മാ. ഇതെപ്പോഴും ഉള്ളതാണ്, ഒരു കാലത്തും നാശമില്ലാത്തതാണ് ഈ അറിവ് എന്നത്, ഈ ജ്ഞാന സ്വരൂപം. അറിയുന്നവനല്ല ആത്മ, അറിയുന്നവൻ അല്ല ആത്മ. വസ്തു വന്നാലേ അറിയുന്നവൻ അവിടെ ഉണ്ടാവുള്ളൂ. അറിവ് അവിടെ തന്നെയുണ്ട്. വസ്തു വന്നാലും ഇല്ലെങ്കിലും അറിവ് അവിടെയുണ്ട്. വസ്തു വരുമ്പോൾ അറിയപ്പെടുന്നവൻ എന്ന സ്റ്റാറ്റസ് വരുന്നു. അറിയപ്പെടും വസ്തു ഉണ്ടെങ്കിലല്ലേ അറിയുന്നവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അറിയുന്നവനല്ല ആത്മാ, ജ്ഞാനസ്വരൂപമാണ്, അറിവ് സ്വരൂപമാണ് ആത്മ. ഇപ്പോ ഗുരു ശിഷ്യന്മാരുടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ശിഷ്യന്മാര് മുമ്പിൽ ഇരിക്കുമ്പോൾ ഗുരു അവിടെ ഉണ്ട്. ശിഷ്യന്മാര് പോയാലും ഗുരു അവിടെ ഉണ്ട്. പക്ഷേ ശിഷ്യന്മാര് മുമ്പിൽ ഇല്ലെങ്കിൽ ഗുരു എന്ന സ്റ്റാറ്റസ് അവിടെ ഇല്ല. ശിഷ്യന്മാര് മുമ്പിൽ വന്നിരുന്നാലേ ഗുരു എന്ന സ്റ്റാറ്റസ്, അല്ലെങ്കിലും ആളവിടെ ഉണ്ട്, ഗുരു എന്ന ആളവിടെ ഉണ്ട്. പക്ഷെ അപ്പൊ ഗുരു എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ ഒരു ആളും ഫ്രണ്ടിൽ കുറെ ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ ഇത് ശിഷ്യന്മാര്, അത് ഗുരു എന്ന് പറയാൻ പറ്റും. ആ ഗുരു അവിടെ ഇരിക്കുന്നു, മുമ്പിൽ ആരും ഇല്ലെങ്കിൽ നമുക്കത് ഗുരുവാണെന്ന് പറയാൻ പറ്റത്തില്ല. ആര് വേണമെങ്കിൽ ആകാം. അപ്പോ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ട. ഒരാൾക്ക് കൊടുക്കുന്ന പേരിന്റെ വ്യത്യാസം ഓരോ സന്ദർഭത്തിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോ അർജുനൻ ഭഗവാനെ ഗുരു, ഞാൻ ശിഷ്യനാവുന്നു, അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞപ്പോഴേ ഭഗവാൻ ഗുരുവായുള്ളൂ. അതുവരെ ഭഗവാൻ ആരായിരുന്നു? മിത്രമായിരുന്നു, ഫ്രണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയായിരുന്നു ഭഗവാൻ. എപ്പോഴാണ് ഗുരുവായത്? ഞാൻ അങ്ങയുടെ ശിഷ്യയായിട്ട് എന്നെ സ്വീകരിക്കണം, ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു എന്ന് പറയുന്നപ്പോ ഭഗവാൻ ഗുരുവും അർജുനൻ ശിഷ്യനുമായി. അതുപോലെയാണ് ഇവിടെ. അറിയപ്പെടും വസ്തു മുന്നിൽ വരുമ്പോഴേ അറിയുന്നവൻ ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് അറിവ് അവിടെയുണ്ട്, അതെന്നും ഉണ്ട്, ശാശ്വതമാണ്, നിത്യമാണ്. അപ്പോ അറിയുന്നവന്റെ ആധാരസ്വരൂപമാണ്, അറിയുന്ന ആധാരസ്വരൂപമാണ് ആത്മാ. അതാണ് ചിത്ത്, അതാണ് ചൈതന്യ സ്വരൂപം. ഞാൻ ചൈതന്യ സ്വരൂപമായതിനാലാണ് എല്ലാ ഗ്ലോറിയും എനിക്ക് കിട്ടുന്നത്. ഞാൻ ചൈതന്യ സ്വരൂപമല്ലെങ്കിൽ എനിക്ക് ഒന്നും അറിയാനും പറ്റില്ല, ഒരു കഴിവും ഉണ്ടാകില്ല, ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല.
ഒന്നും പറ്റില്ല. അപ്പൊ പിന്നെ എന്തായി? ജഡമായി. അതല്ലേ സംഭവിക്കുന്നേ? മരണം എന്നൊരു സംഭവം വരുമ്പോൾ ഈ ചൈതന്യം, ഈ അറിവ് സ്വരൂപം ഈ ശരീരത്തെ വിട്ടുപോകുമ്പോൾ ശരീരം അവിടെ കിടപ്പുണ്ട്, അത് ജഡമായി. ശരീരത്തിൽ ഉണ്ടായിരുന്ന ചൈതന്യം, ആ ചൈതന്യമാണ് ഞാൻ. എന്റെ ശരീരത്തില് ശരിക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്റെ ശരീരത്തിൽ ചൈതന്യ രൂപേണ ഇരിക്കുന്ന ആ ശക്തിയാണ് ഞാൻ. ഞാൻ ഈ ശരീരത്തെ വിട്ടുപോകും, ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ. കാരണം ഇത് ജഡമാണ്, ഈ ശരീരം ജഡമാണ്. എങ്ങനെയാണ് ജഡമാണ്? ജഡമായ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. അതുകൊണ്ട് ഇതും ജഡമാണ്. ഇതെന്തുകൊണ്ടാണ്ടായിരിക്കുന്നത്? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതുകൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് ഈ ശരീരം. ഇത് ജഡമാണ്. പിന്നെ ഇപ്പൊ എങ്ങനെയാണ്? ഇതിനകത്ത് ഒരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ്, ഒരു ചൈതന്യ സ്വരൂപമായതുകൊണ്ടാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്, അറിയുന്നത്. ഈ ചൈതന്യം ഇവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഈ ശരീരം അതിന്റെ സമയമാകുമ്പോൾ, അത് കേടാകുമ്പോൾ ഈ ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് പോകും. പക്ഷെ ചൈതന്യം അവിടെ തന്നെ ഉണ്ടാവും. ചൈതന്യം പോയാലും പുറത്തുണ്ടാവും, നശിക്കില്ല. അതാണ് അതിന്റെ അർത്ഥം. നശിക്കുകയില്ല. ശരീരം നശിക്കും, ചൈതന്യം നശിക്കുകയില്ല. നശിക്കാത്തതാണത്. അപ്പോ ആ ചൈതന്യ സ്വരൂപം ആണ് ഞാൻ. ഞാൻ തന്നെയാണ് ആത്മാ. അപ്പൊ ചിത്ത് എന്നുള്ളതിന്റെയാണ് ഈ പറയുന്നത്. ഞാൻ തന്നെയാണ് ആത്മാ, ചിത്ത് തന്നെയാണ് ആത്മാ, ചൈതന്യം തന്നെയാണ് ആത്മാ. ഞാൻ അറിവ് സ്വരൂപം, ഞാൻ ചൈതന്യ സ്വരൂപം, ആത്മാ. ഇത് ഉറയ്ക്കണം, നന്നായിട്ട് ഉള്ളിൽ ഉറയ്ക്കണം. ഞാൻ അറിയുന്ന ആൾ എന്നുള്ള സ്റ്റാറ്റസ് അല്ല വേണ്ടത്. ഞാൻ അറിവ് സ്വരൂപമാണ്. ഞാൻ ആത്മാ ആണ്. ഞാൻ ചൈതന്യമാണ്. എന്റെ ചൈതന്യം കൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്. നാളെ ഈ ശരീരം കേടാകുമ്പോൾ, ഇതിനെ കൊണ്ട് പ്രവർത്തിക്കാൻ മേലാതാകുമ്പോൾ ഈ ശരീരത്തെ വിട്ട് പുറത്തു പോകും. വേറെ ഒരു ശരീരത്തെ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ശരീരത്തെ ഇത് സ്വീകരിക്കും. ഒരു ഷർട്ട് മോശമാകുമ്പോൾ അത് അഴിച്ചു വെച്ച് വേറെ ഷർട്ട് ഇടുന്ന പോലെ ഗീതയില് ഭംഗിയായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയില് ഇത് പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നു, ഈ അറിവ്, ഈ ജ്ഞാനസ്വരൂപം, ഈ അറിവ് സ്വരൂപം എന്ന ആ തത്വം, അതായത് ആ ചിത്ത് കുറച്ചു നാൾ ഇരുന്ന് പോകുമോ, നശിക്കുമോ? എന്താ അതിന് സംഭവിക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോ ഈ ചൈതന്യം ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് പറഞ്ഞു തരുന്നതാണ് അടുത്ത ആള് സത്ത് എന്നുള്ളത് ആണ്. നല്ല രസമാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ രസകരമായിട്ട് ഇവിടെ നമ്മളെ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ ചൈതന്യം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ. അതോ ചൈതന്യം നശിക്കാതിരിക്കുമോ, അതോ പോവോ? കുറച്ചു നാൾ കഴിയുമ്പോൾ നശിച്ചു പോവോ? എന്നൊരു ചോദ്യം. അപ്പൊ പറയുന്നു, ആ ചൈതന്യം നശിക്കാത്തതാണ്, ഒരിക്കലും നശിക്കാത്തതാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന അടുത്ത പദമാണ് സത്ത്. അപ്പൊ സത് ചിത് ആനന്ദം. എന്തുകൊണ്ട് ഗുരുനാഥൻ ശങ്കരാചാര്യസ്വാമികൾ ആദ്യം ചിത്തിനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ ചിത്തിനെ മനസ്സിലാക്കി അതൊരിക്കലും നശിക്കാത്തതാണ് എന്ന് സത്തിൽ കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. വളരെ ഗഹനമായ ഭാഗങ്ങളാണ്. കാരണം ആത്മാ എന്താണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചിത് ആണ്, അതേസമയം സത്തും ആണ്. സത്ത് എന്നാൽ നിത്യമാണ്. ഞാൻ ചിത്തുമാണ്, ഞാൻ സത്തും ആണ്, നിത്യമാണ്. ഒരു നിശ്ചിത കാലത്തിൽ മാത്രം നിലനിൽക്കുന്നതാണ് അനിത്യം. അതിനേതാ ഉദാഹരണം? നമ്മുടെ ശരീരം. നിശ്ചിത കാലം മാത്രമേ ഈ ശരീരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഞാൻ എന്ന ആ ചൈതന്യം, അത് സത്താണ്, അതിന് നാശമില്ല. ഇതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഭാഗം. അടിയുറച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണിത്.
ശരീരം നശിക്കും, അത് അനിത്യമാണ്. നേരത്തെ പറഞ്ഞു തന്നു, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ അനാത്മാവാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അതിനെ ബാധിക്കുന്നതായ കാരണം അതും അനാത്മാവാണ്. പഞ്ചകോശങ്ങളെ പറഞ്ഞു, അതും അനാത്മാവാണ്. അതുകൊണ്ട് അതൊന്നുമല്ല ആത്മാ. ഈ ശരീരത്തിനകത്ത് അറിവായി, ഞാൻ അറിയുന്നു എന്ന ആ അറിവായി, ചൈതന്യമായി, ഞാൻ പ്രവർത്തിക്കാനുള്ള ഊർജമായി ഒരു ഊർജം എന്നിലുണ്ട്. ആ ഊർജമാണ് ചിത്ത്. ആ ചിത്ത് എന്നും ഉള്ളതാണ്. അത് ശരീരത്തെ മാറി 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 വസ്ത്രം മാറുന്ന പോലെ ശരീരങ്ങളെ മാറി 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 സ്വീകരിക്കുന്നു എന്നല്ലാതെ അതിന് നാശമില്ല. അത് സത്ത് ആണ്. ആ ചൈതന്യം സത്താണ്. അതാണ് ആത്മാ. അപ്പോ സത് ചിത് രണ്ടുമായി. ഈ നിത്യാവസ്ഥയെ കാണിക്കാനാണ് സത്ത് എന്നവർ. നിത്യമായതാണ് എന്നതിനെ കാണിക്കാനാണ് സത്ത് എന്നവർ. അപ്പൊ സത് കിം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സത് നിത്യം എന്ന്. സത് എന്ന് പറഞ്ഞാൽ നിത്യം. സത് കിം. അപ്പൊ അതാണ് പറയുന്നത് അതിന് സത്ത് നിത്യം. എങ്ങനെയാ നിത്യം എന്ന് പറഞ്ഞേ? കാലത്രയോപി തിഷ്ഠതി ഇതി സത്ത്. നിത്യം എന്ന് എങ്ങനെയാ പറഞ്ഞു തന്നെ? കാലത്രയോപി തിഷ്ഠതി ഇതി സത്ത്. 3 കാലങ്ങളിലും ഉള്ളത്. തിഷ്ഠതി എന്നുള്ളതിന് ഇവിടെ ഉണ്ട് എന്നുള്ള അവസ്ഥ. 3 കാലങ്ങളിലും ഏതൊന്നുണ്ടോ അത് സത്ത്. 3 കാലം ഏതാണ്? ഭൂതം, ഭാവി, ഭൂതം, വർത്തമാനം, ഭാവി. ഈ 3ലും ഉള്ളത്. 3 കാലത്തിലും ഉണ്ടെങ്കിൽ അതിനെന്താ വേറൊരു പേരുള്ള? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സത്യം. ഋതം സത്യം എന്ന് പറയില്ലേ? ഋതം. 3 കാലത്തിലും ഉള്ളത് മാറാതെ എന്നും ഒരുപോലെ ഇരിക്കുന്നത് സത്യം. അത് സത്ത്. അതാണ് നിത്യം. ആത്മാ എന്നാൽ ഏതൊന്ന് അറിവ് സ്വരൂപമായി എല്ലായ്പ്പോഴും ഇരിക്കുന്നുവോ അത്. അറിവ് സ്വരൂപമായി എല്ലായ്പ്പോഴും ഇരിക്കുന്നുവോ അത്. അപ്പോ ഇപ്പോഴത്തെ അടിവരായിട്ട് മനസ്സിലാക്കുക, നാം മരിക്കുന്നില്ല. നമുക്ക് മരണമില്ല. ആത്മാവിന് മരണമില്ല. ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. സത്ത് വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഉള്ള ആളാണ്, അനാദിയാണ്. എന്റെ ഉത്ഭവം എന്നാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇപ്പൊ ഞാൻ ഉണ്ട്, അത് ഞാൻ അറിയുന്നു. ഞാൻ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. ജഡമാണോ? അല്ല, ചൈതന്യമാണ്. സംശയമില്ല. ഞാൻ അറിയുന്നു. ഞാൻ അറിവ് സ്വരൂപമാണ്. അപ്പോ ഞാൻ അനാദിയാണ് എന്നാണ് ഞാൻ എന്ന് ഉണ്ടായി എന്ന് എനിക്കറിയാൻ പറ്റില്ല. അത്രയും പഴക്കമുണ്ട്. ഇപ്പൊ ഞാനുണ്ട്. ഇനിയിപ്പോ ഈ ഇരിക്കുന്ന ശരീരം പോകും, അതെനിക്കറിയാം. അപ്പൊ ഞാൻ ഇനി വേറൊരു ശരീരത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈശ്വരനുമായിട്ട് ചേരാം. അപ്പൊ ഞാനുണ്ട്. 3 കാലത്തിലും ഞാനുണ്ട്. ഈ ശരീരം വിടുമ്പോഴും ഞാൻ ഉണ്ട്. കാരണം ഞാൻ ചൈതന്യമാണ്. ചൈതന്യത്തിന് നാശമില്ല. ഞാൻ സത്താണ്. ഞാൻ എന്നുമുള്ള ആളാണ്. എനിക്ക് നാശമില്ല. ഇതാണ് നമ്മൾ ഉറച്ച് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കൂടുതൽ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എത്രയോ ശരീരങ്ങളിൽ ഞാൻ വസിച്ചിട്ടുണ്ട്. അവിടെ എത്രയോ ബന്ധുക്കൾ പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ശാശ്വതമല്ല. എല്ലാം മാറി മറിഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും സംഭവിക്കുക. ഞാനിപ്പോ ഒരു ശരീരം എടുത്തു. ഈ ശരീരത്തിനാണ് പല പല ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. മനസ്സിലെ സങ്കടം മാറ്റാനുള്ള ഒരു നല്ല ഒരു കാര്യം അവിടെ പറയുന്നത്. വിഷമമൊന്നും വേണ്ട, ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയും. ഒന്നും വേണ്ട, അതിങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പണ്ടും ഇങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? വീണ്ടും വീണ്ടും
ഈ ശരീരമെടുത്ത് ഈ ശരീരത്തിനകത്ത് പറ്റിക്കൂടിയ ശേഷം ഉണ്ടാകുന്ന കഷ്ടദുഃഖങ്ങളെ, വിഷമങ്ങളെ അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി ശരീരമെടുക്കുന്നൊരവസ്ഥയിലേക്ക് പോകരുത്. ഇപ്പൊ ശരീരമുണ്ട്, അപ്പൊ അപ്പൊ ചോദിക്കാം, ഈ ശരീരം വിട്ട പിന്നെ വേറെ ശരീരം എടുക്കാതിരിക്കാൻ മാർഗമുണ്ടോ? ഉണ്ടല്ലോ. അതാണല്ലോ വേദാന്തം. അതാണ് പറഞ്ഞു തരുന്നത് ഞാൻ ആരാണെന്ന്. എപ്പോഴൊരിക്കൽ ഞാൻ ഈ ശരീരമല്ല എന്ന് അറിയുകയും ഈ ശരീരമാണെന്ന് വിചാരിച്ചുള്ള വിഷമങ്ങളിൽ നിന്നും സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്നുവോ, വൈരാഗ്യം വരുന്നുവോ, ജ്ഞാനം വരുന്നുവോ, ആ നിമിഷം ഈ ശരീരം വിട്ട് ആ ആത്മാ ഈ ശരീരത്തെ വിട്ടാൽ വേറെ ശരീരത്തെ സ്വീകരിക്കില്ല. കാരണം ശരീരത്തെ സ്വീകരിക്കാൻ കാരണമാകുന്നത് കാരണശരീരമാണ്. ആ കാരണശരീരം എന്നാൽ വാസനകളുടെ സംസ്കാരത്തിന്റെ വിത്താണ്. ആ വിത്തിനെ എന്ത് ചെയ്യണം? വിത്ത് മുളയ്ക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്തിനെ വറുക്കണം. അല്ലെ? പച്ച വിത്തല്ലേ നട്ടാ മുളയ്ക്കുള്ളൂ. വറുത്ത വിത്ത് നട്ടാ മുളയ്ക്കുവോ? ഒരു വിത്ത് വറുത്താൽ നട്ടാ മുളയ്ക്കുവോ? മുളയ്ക്കില്ല. എന്താണ് ഇവിടുത്തെ വറക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ്? വൈരാഗ്യം. ആശകൾ ഇല്ലാതിരിക്കുക, വൈരാഗ്യം വരിക, ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുക, ഞാൻ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുക. ഇതെന്റെ ഇപ്പോൾ വന്ന ഒരു ശരീരം, എന്റെ പ്രാരബ്ധം കൊണ്ട്, എന്റെ പാപപുണ്യങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ശരീരം മാത്രമാണിത്. ഇപ്പോൾ ഇതുവരെ ഉണ്ടായ പ്രാരബ്ധങ്ങളെ ഞാൻ അനുഭവിച്ചു, എനിക്ക് മതിയായി, ഇനി എനിക്കൊരു ജന്മം വേണ്ട, എനിക്ക് ഒന്നിനോടും പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ല, ഞാൻ ഇനി ഒന്നും സാധിക്കേണ്ടതായിട്ടില്ല, ഞാൻ ഇപ്പോൾ അറിയുന്നു ഞാൻ സച്ചിത് ആണെന്ന്, ഒരിക്കലും നശിക്കാത്ത ചൈതന്യ സ്വരൂപമാണ് ഞാൻ എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന അവസ്ഥയിലേക്ക് വന്നാൽ നമ്മൾ അറിയാതെ അടുത്ത സ്വരൂപമായ ആനന്ദ സ്വരൂപമായി മാറും. നോക്കാം നമുക്ക്. അപ്പോ എല്ലായ്പ്പോഴും ഇരിക്കുന്നുവോ ഏതാണ് അത്? അതാണ് ഞാൻ. എല്ലാ വസ്തുക്കളെയും നാം ഉണ്ട് ഉണ്ട് എന്ന് പറയും. ആ വസ്തുക്കളെല്ലാം തന്നെ അനിത്യമാണ്, അല്ലെ? നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാ ഒരു സാധനം, ഒരു ബോൾ കാണിച്ചാൽ ബോൾ ഉണ്ട്, ഒരു ഗ്ലാസ് കാണിച്ചാൽ ഗ്ലാസ് ഉണ്ട്, ഒരു പശുവിനെ കാണിച്ചാൽ പശു ഉണ്ട്, ഒരു മരത്തെ കാണിച്ചാൽ മരമുണ്ട്, ഒരു ടേബിൾ കാണിച്ചാൽ ടേബിൾ ഉണ്ട്. എന്തിനെ കാണിച്ചാലും അതുണ്ട് എന്ന് നാം പറയും. പക്ഷെ ആ ഉണ്ട് എന്നുള്ളതിന് നാശമുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. അതിന് നാശമുണ്ടല്ലോ. നാം കാണുന്ന, നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന ഓരോന്നിനും നാശമുണ്ട്. പക്ഷേ ഉണ്ട് എന്ന് പറയുന്ന എനിക്ക് നാശമില്ല. കാരണം ഞാൻ അറിവാണ്, ഞാൻ സ്വരൂപമാണ്. ഞാനാണ് പറയുന്നത് അതുണ്ട് ഇതുണ്ട് എന്ന്. ഞാൻ അവിടെ ഉണ്ട്, എനിക്ക് നാശമില്ല. അപ്പോ എല്ലാ കാലവും നിലനിൽക്കുന്ന ഏതെങ്കിലും വസ്തുവിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ നമ്മുടെ ഈ ജന്മത്തില് ഈ ഒരു എന്താ പറയാ 100 വർഷത്തെ സ്പാനിനകത്ത് നമ്മൾ ഈ ശരീരത്തിൽ നമ്മൾ ഇരിക്കുന്ന ഈ ശരീരത്തിന്റെ കാലയളവിൽ നമുക്ക് ചിലപ്പോൾ വസ്തുക്കൾ ഉള്ളതായിട്ട് തോന്നാം, നശിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് നാശമുണ്ടാവും. അപ്പൊ ഈ ശരീരത്തിൽ നിന്ന് നമുക്കത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ശാസ്ത്രം അത് പറഞ്ഞു തരുന്നു, ഇവിടെ നശിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. നമുക്കും അറിയാം. അപ്പോ ചില കാര്യങ്ങളൊക്കെ പണ്ട് ഇവിടെ ഒരു വലിയ ഒരു മലയുണ്ടായിരുന്നു, പണ്ട് ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു, പണ്ട് ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാണുന്നില്ല. അതേമാതിരി ഭൂമിയിലെ പല പല മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എന്താ പറയാ, നല്ല വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗമേ പിന്നെ കാണാണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതെല്ലാം പോവും, അത് സംശയമൊന്നുമില്ല. നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എല്ലാം നശിക്കുന്നതാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മളെ കണ്ണുപോലെ അനിത്യമല്ലേ? ഈ ചൈതന്യം പോയ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നാശമായില്ലേ. ഈ ചൈതന്യം നമ്മളിൽ ഇരിക്കുന്നുണ്ടല്ലേ കാണാൻ പറ്റുന്നത്. കണ്ണിനകത്തുള്ള ആ ഇന്ദ്രിയം വർക്ക് ചെയ്യുന്നത് ആരുടെ ശക്തി കൊണ്ടാണ്? ഉള്ള ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് ചക്ഷുരിന്ദ്രിയം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതെല്ലാം നമ്മുടെ ഈ ആത്മാ, ഈ ചിത്ത് സത്യമാണ്, ചിത്ത്
സത്ത് ആണ്. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ആനന്ദഃ കഃ? ആനന്ദം എന്നാൽ എന്താണ്? സച്ചിദാനന്ദം എന്നല്ലേ പറയുന്നേ. ആനന്ദഃ കഃ? ആനന്ദം എന്നാൽ എന്താണ്? അപ്പൊ പറഞ്ഞു, സുഖസ്വരൂപഃ. സുഖസ്വരൂപഃ. അത് സത്യം ജ്ഞാനം അനന്തം എന്ന് നമ്മൾ ചൈത്രോപനിഷത്തിൽ പറയുന്നുണ്ട്. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഈ ആനന്ദത്തെ അനന്തമായിട്ടും പല സ്ഥലങ്ങളിലും പറയും. സത്യം ജ്ഞാനം അത് സച്ചിത്ത്, കുഴപ്പമില്ല. ആനന്ദം എന്നുള്ളതിനെ അനന്തം എന്നും രണ്ടു തരത്തിലും പറയും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറയുന്ന പോലെ സച്ചിത് ആനന്ദം ബ്രഹ്മ. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങനെയുള്ള ആനന്ദസ്വരൂപം, സുഖസ്വരൂപം പറഞ്ഞല്ലോ, സുഖം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ആ സുഖസ്വരൂപമാണ് ഏവം സച്ചിദാനന്ദ സ്വരൂപം സ്വാത്മാനം വിജാനീയാത് എന്നാണ് പറഞ്ഞത്. ഇതാണ് ആത്മാ എന്ന് അറിയുക, അറിഞ്ഞാലും. ഏത്? സച്ചിത് ആനന്ദമാണ് ആത്മാ എന്ന് അറിഞ്ഞാലും. അപ്പൊ ഇവിടെ തത്വബോധത്തില് 5 ഹെഡിങ്ങുകളാണ് നമ്മൾ തുടങ്ങിയത്. തത്വബോധത്തിൽ മെയിനായിട്ട് 5 ഹെഡിങ്സ് ആണ്. അതിൽ 2 എണ്ണപ്പായി. എന്തൊക്കെയാണ് ആയത്? ആദ്യത്തെ അധികാരിത്വം, അതായത് സാധന ചതുഷ്ടയ സമ്പത്തി നമ്മൾ ഫുള്ളായിട്ട് നോക്കി, ഒന്നാമത്തേത്. രണ്ടാമത്തേത് ജീവവിചാരമാണ് ചെയ്തത്. ജീവവിചാരമാണ് ഇപ്പൊ ചെയ്തത്. അതെങ്ങനെയാണ് തുടങ്ങിയത്? ആത്മാ കഃ എന്ന് ചോദിച്ചപ്പോ സ്ഥൂല സൂക്ഷ്മ ശരീരമല്ല, പിന്നെ ജാഗ്രസ്വപ്ന സുഷുപ്തി അല്ല, അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശവും അല്ല. പിന്നെന്ത് എന്ന് ചോദിച്ചപ്പോ സച്ചിത് ആനന്ദമാണ്. അതിപ്പോ പറഞ്ഞു മനസ്സിലാക്കി തോന്നും. അപ്പൊ അങ്ങനെ 2 വിചാരം, തത്വബോധത്തിനകത്തെ 5 വിചാരങ്ങളിൽ 2 വിചാരം ഇപ്പോൾ ഇവിടെ തീർന്നു. ആത്മാ കഃ എന്ന് ചോദിച്ചതിന് മറുപടിയായി ആത്മാ അല്ലാത്തത് ഏതാണ് എന്നാണ് ആദ്യം പറഞ്ഞു തന്നത്. ആത്മാവിനെ അല്ല ആദ്യം പറഞ്ഞു തന്നെ, ആത്മാവല്ലാത്തത് ഏതാണെന്ന് ആദ്യം പറഞ്ഞു തന്നിട്ട് പിന്നീടാണ് ആത്മാവിനെ പറഞ്ഞു തന്നെ. അപ്പൊ ആത്മാവിന്റെ തന്മകൾ എന്തെല്ലാം എന്ന് നോക്കി 11 പദങ്ങൾ അവിടെ വന്നു. ആത്മാവല്ലാത്തത് എന്ന ഭാഗത്തില് നമ്മൾ കണ്ടു 3 ശരീരം, 5 കോശം, 3 അവസ്ഥ. അപ്പൊ 5, 3, 8, 3, 11. അതിനപ്പുറമാണ് ആത്മാ എന്ന് പറഞ്ഞു തന്നു. പിന്നെ ആത്മാ തർഹി കഃ എന്ന് ചോദിച്ചപ്പോ സച്ചിദാനന്ദ സ്വരൂപഃ എന്ന് പറഞ്ഞു. ചിത്ത് എന്നാൽ ഞാൻ പല പല വസ്തുക്കളെ അറിയുന്നവനായി ഇരിക്കുന്നു, അത് ആ അറിവ് എന്ന് പറഞ്ഞു. എല്ലാ ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളിൽ കൂടിയും അറിയുന്ന അറിവ്, ആ അറിവ് ഉപയോഗിച്ചാണ് അറിയുന്നത്. അങ്ങനെ അറിയുന്ന അവൻ നമ്മൾ അറിയുന്നവനാകാൻ കാരണം അറിയപ്പെടുന്ന വസ്തുക്കൾ മുമ്പിൽ വരുന്നത് കൊണ്ടാണ്. വസ്തുക്കൾ ഇല്ലെങ്കിൽ നാം അറിവ് മാത്രമാണ്, അറിവ് സ്വരൂപം മാത്രമാണ്. ആ അറിവിനെ ചൈതന്യം എന്ന് പറയുന്നു. അതാണ് ചിത്ത്. ഇത് നിത്യമാണ്, ഇത് ആനന്ദ സ്വരൂപം ആണ്. ഇങ്ങനെ ആത്മാവിനെ സച്ചിത് ആനന്ദം എന്ന് അറിയണം എന്നാണ് ഇവിടെ പറഞ്ഞു തന്നത് ഗുരുനാഥൻ. അങ്ങനെ 2ാമത്തെ വിചാരം തീർന്നു. ഇനി നമുക്കുള്ളത് ഈശ്വര വിചാരം അഥവാ സൃഷ്ടി വിചാരം. അടുത്ത ഒരു സെക്ഷനിൽ വരും. പിന്നെ ജീവ ഈശ്വര സംബന്ധം, അതൊരു വിചാരം വരും. പിന്നെ ജ്ഞാനഫലം. ഇതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോ അടുത്തത് സൃഷ്ടി വിചാരമാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. സൃഷ്ടി വിചാരമാണ് അടുത്തത് വരുന്നത്. അതിനെ നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോ അതിന് പറയുന്നത് അധ ചതുർവിംശതി തത്വ ഉൽപ്പത്തി പ്രകാരം വക്ഷ്യാമഹ എന്നാണ് പറയുന്നത്. അടുത്തതിൽ പറയാൻ പോകുന്നത് അധ ചതുർവിംശതി തത്വ ഉൽപ്പത്തി പ്രകാരം വക്ഷ്യാമഹ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായാ അസ്തി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നു. ബ്രഹ്മാശ്രയ സത്വരജസ്തമോ ഗുണാത്മിക മായാ അസ്തി. അതാണ് അടുത്ത ദിവസം നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള ഭാഗം. അത് ചതുർവിംശതി
ഉൽപ്പത്തി പ്രകാരം എന്നാണ്. തത്വ ഉൽപ്പത്തി പ്രകാരം വക്ഷ്യാമഹ ബ്രഹ്മാശ്രയ സപ്തരജസ്തമോ ഗുണാത്മിക മായ അസ്തി. ഇവിടെ ചോദ്യമൊന്നും ഉണ്ടായില്ല. ഗുരു തുടർന്ന് പറയുകയാണ്. സത്യം സച്ചിത് ആനന്ദം പറഞ്ഞ ശേഷം ഗുരു തുടർന്ന് പറയുകയാണ്. അല്ലാതെ ഇവിടെ ചോദ്യമൊന്നും വന്നില്ല. തുടർന്ന് പറയുന്നതിലാണ് അത ചതുർവിംശതി തത്വോപത്തി പ്രകാരം വക്ഷ്യാമ ബ്രഹ്മാശ്രയ സപ്തരജസ്തമോ ഗുണാത്മിക മായ അസ്തി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആ മായയെ പറ്റിയിട്ട് ഉള്ളൊരു വിശദീകരണം കൊടുക്കുകയാണ്. അപ്പോഴേ ഈ അറിവ് നമ്മളിൽ പൂർണ്ണമായിട്ടും വരികയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഈ ശരീരങ്ങളെ ഞാൻ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചിതനാകാൻ പറ്റില്ല. അതിൽ നിന്ന് ശരീരത്തെ, സ്ഥൂല സൂക്ഷ്മ ശരീരത്തിൽ ഏതിനെങ്കിലും ഞാൻ എന്ന് വിചാരിക്കാനാണ് സാധാരണ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ സ്ഥൂലമല്ല എന്ന് വിചാരിച്ചാലും അടുത്ത് സൂക്ഷ്മമാണെന്ന് വിചാരിച്ചു പോകും. അതുമല്ലെങ്കിൽ കാരണമാണെന്ന് വിചാരിച്ചു പോകും. അതങ്ങനെയാണ്. അജ്ഞാനം അങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് നമ്മളെ. അജ്ഞാനം എന്നുണ്ടായി എന്നും പറയാൻ പറ്റില്ല. അപ്പോ അത്രയും ഗ്രഹിച്ചിരിക്കുകയാണ്, നമ്മളെ പിടിച്ചു മുറുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മോചിതനായി ഈ സത്യം സച്ചിദാനന്ദമാണ് ഞാൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അതാണ് ആത്മാ, ഞാൻ എന്ന ആത്മാ അതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മായ എന്ന ആ ഭഗവത് ശക്തി, ആ ദേവിയുടെ ശക്തി, മായാസ്വരൂപിണിയായ ആ ദേവിയുടെ, ആ ഭഗവതി എങ്ങനെ പ്രവർത്തിക്കുന്നു, ബ്രഹ്മത്തിന്റെ തന്നെ ശക്തിയായ മായ എങ്ങനെയാണ് നമ്മളെ ഇതിൽ കുടുക്കി നിർത്തിയിരിക്കുന്നേ എന്നുള്ളത് മനസ്സിലാക്കിയാലേ അതിൽ നിന്ന് എങ്ങനെ മോചിതനാകാം എന്നും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. മായ എങ്ങനെയാണ് നമ്മളെ ഗ്രസിച്ചിരിക്കുന്നത്, ആ മായാദേവിയുടെ ലീലകൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എങ്ങനെയാണ് ആ മായാദേവിയെ പ്രസാദിപ്പിച്ച് അതിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളതൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്നുണ്ട്. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. തിങ്കളാഴ്ച ക്ലാസ്സിലില്ല. എന്താ വെച്ചാൽ നമ്മുടെ ശ്രീരാമക്ഷേത്രത്തിന്റെ